Audible answer. ഓക്കെ, ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്ര. ഞാൻ ഏതായാലും വെയിറ്റ് ചെയ്തില്ല, ഏകദേശം 7:05 സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെക്കോർഡഡ് സെഷൻ കണ്ടോട്ടെ. ഓക്കെ, സോ സമീറ ഈ വർഷത്തെ പ്രിലിംസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് വൈ യു ആർ ഹിയർ. ഓക്കെ, അദ്വൈത് വന്നിട്ടുണ്ട്, ഒരാളായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഞാൻ സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതിൻ്റെ ഇടയിലാണ് ഇവിടത്തേക്ക് വന്നിട്ടുണ്ടാവുക. സോ ഞാൻ ഈ ഒരു സെഷൻ ഏറ്റവും എൻ്റെ സൈഡ് ഞാൻ ഏറ്റവും ചുരുക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പറയേണ്ട കണ്ടന്റുകൾ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാം. ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ കണ്ടന്റ് പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ എന്തായാലും ഒരു ടൈം എന്തായാലും ഒരു ഡിസ്കഷന് വേണ്ടി വെക്കും. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. സോ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 26 മെയ് 26. സോ മെയ് 26 മുതൽ ഇനി ആക്ച്വലി ജൂൺ 16 ഇന്നത്തെ ദിവസവും ജൂൺ 16 കൂട്ടാതെ 20 ദിവസമാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. 20 ദിവസം ബാക്കിയുണ്ട്. സോ നിങ്ങൾ പ്രിലിംസ് പ്രിപ്പറേഷന്റെ ഏറ്റവും ലാസ്റ്റ് ഫേസിൽ, അതായത് പ്രിലിംസിന്റെ പ്രിപ്പറേഷനിൽ റിവിഷന്റെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഫേസിലാണ് ഉണ്ടാവുക. സോ ഞാൻ ഈ ഒരു സെഷൻ ഇത്രയും കുറച്ച് നേരത്തെയാണ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ് റിവിഷനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ആക്ച്വൽ എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതില് ഓക്കെ 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് നിലവിലത്തെ പ്രിപ്പറേഷൻ സ്റ്റേജിനെ സംബന്ധിച്ചാണ്. മോസ്റ്റ്ലി ഒന്നാമത്തെ പ്രിപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കാം. രണ്ടാമത്തത് സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആക്ച്വലി വാട്ട് യു ആർ ഗോയിങ് ടു എക്സ്പെക്ട് ദിസ് ഇയർ. മൂന്നാമത്തത് വെച്ചാൽ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാം, അതായത് ആ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ വേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം, അടുത്ത 20 ദിവസം എന്താണ് ചെയ്യാൻ പറ്റുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്. ഈ 4 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. സോ ഞാൻ ആദ്യത്തെ ടോപ്പിക്, അതായത് വാട്ട്സ് യുവർ കറന്റ് സ്റ്റേറ്റ് എന്നുള്ളത്, അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരേണ്ട ഇൻപുട്ട് ആണ്. സോ അദ്വൈത് ആൻഡ് സമീറ, എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? അദ്വൈത്. ഞാൻ ഈ വർഷം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നതല്ല. ചെയ്യുന്നില്ല? ഇല്ല. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓക്കെ, അപ്പോ സമീറ. സമീറ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ വർഷം? ഉണ്ട് സർ. പഠിച്ചിട്ട് എന്തായി? റിവിഷന്റെ സ്റ്റേജിലാണോ അല്ല റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓക്കെ, സോ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? 2-3 എഴുതിയിട്ടുണ്ട്, ബാക്കി ചെയ്യണം വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ എന്തായാലും, അതായത് ഇപ്പൊ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ദിസ് ഈസ് യുവർ കറന്റ് കറന്റ് അഫയേഴ്സ് കുറച്ച് ബാക്കാണ്, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുക. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത 20 ദിവസം ഉണ്ട്. നമ്മൾ ഇനിയും ഷോർട്ട് ഓഫ് ഡേയ്സ് അല്ല, 20 ദിവസം മുന്നിലുണ്ട്. ഓക്കെ, ഈ 20 ദിവസത്തില് നമ്മൾക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക. നമ്മളൊരു എക്സാം എഴുതാൻ പോവാണ്. സോ നമ്മൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത്രയും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നെക്സ്റ്റ് 20 ഡേയ്സ് നമ്മൾ എത്ര പിറകിലാണെങ്കിൽ പോലും അടുത്ത 20 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം കവറപ്പ് ചെയ്യാൻ പറ്റുന്നത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത 20 ദിവസം നമ്മളുടെ ഇതുവരെ ഇട്ടതിന്റെ ഏറ്റവും മാക്സിമം എഫേർട്ട്, നമുക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ പോവാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് എക്സാമിന്റെ ടൈമിങ് 9:30 to ആണ് വരിക. സോ അതുപോലെ തന്നെ ഉച്ചക്ക് ടൈമിങ് വരുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എക്സാം നടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന നമുക്ക് എക്സാം ഹാളിൽ ഉറക്കം വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് അടുത്തൊരു 20 ദിവസത്തേക്ക് നമ്മളൊന്ന് ഒഴിവാക്കണം. അതായത് എക്സാം നടക്കുന്ന ആക്ച്വൽ ടൈമിങ്ങിൽ നമ്മൾ ആക്ച്വലി പഠിക്കുന്നതിൽ ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ടൈമായിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
അത് മുന്നേ ചെയ്യേണ്ട കാര്യമാണ്. ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയുള്ളതിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എക്സാമിന്റെ ആ ടൈം വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സെറ്റ് ആക്കണം. കൃത്യമായിട്ട് ഉറങ്ങുന്നതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പറേഷന്. പിന്നെ നിങ്ങൾ എന്താണോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഡിസ്റപ്റ്റ് ചെയ്യരുത്. നിലവിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അത് തന്നെ കറക്റ്റ്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ലാസ്റ്റ് സെഷനിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ സെക്കൻഡ് പാർട്ട് വരുന്നതെന്ന് വെച്ചാൽ UPSCയുടെ പ്രിലിംസിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റിവിഷൻ ഒക്കെ ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോകും. സോ എക്സാം ഹാളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നോർമലി പഠിച്ചിട്ട് പോകുന്ന ഒരാൾ എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളുണ്ട്, 2 പേപ്പർ ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്, സിസാറ്റ് ഉണ്ട്. സോ പഠിച്ച ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, സോ എക്സാം കുറച്ച് ഈസി ആയിരിക്കണം, ബിക്കോസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മേഖലയിൽ നിന്ന് നന്നായിട്ട് ചോദ്യങ്ങൾ വരും. സോ ഏതെങ്കിലും എക്സാം അത്യാവശ്യം നന്നായിട്ടും എനിക്കൊരു 10-70 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10-60 ചോദ്യങ്ങൾ 60+ ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും മിക്കവാറും ആൾക്കാർ എക്സാമിലേക്ക് പോവാം. പക്ഷെ ഓർത്തു വെക്കുക, UPSCയുടെ പ്രിലിംസ് എക്സാം അങ്ങനെയല്ല. നിങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ നമ്മളുടെ എക്സാം ആയിരിക്കും വളരെ എളുപ്പമുള്ള എക്സാം ആണെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. ഓക്കെ, സോ എക്സാം വിൽ ബി വെരി ടഫ്. ഓക്കെ, എക്സാം വിൽ ബി വെരി ടഫ് എന്ന് പറഞ്ഞാൽ അത് സമീറോക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ മാത്രം ടഫ് അല്ല, എല്ലാ ആൾക്കാർക്കും എക്സാം ടഫ് ആയിരിക്കും. ബിക്കോസ് UPSCയുടെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു ടഫ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിമിലർലി നിങ്ങൾ എക്സാം പേപ്പർ കിട്ടുമ്പോഴും നിങ്ങൾക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് അതിന് തോന്നുക. ഓക്കെ, യു മേ ബി നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതുവരെ ചോദിച്ചാൽ ഏറ്റവും ടഫ് എക്സാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 60-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. പക്ഷെ നിങ്ങൾ എത്ര പഠിച്ച് എത്ര റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാലും UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 20-30 അല്ലെങ്കിൽ ഒരു 30-35 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷക്ക് ഉയർന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. മാക്സിമം. ഓക്കെ, അതായത് മാക്സിമം ഒരു 30-35 ക്വസ്റ്റ്യൻസേ നിങ്ങളുടെ പ്രതീക്ഷ, അതായത് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങളുടെ മെമ്മറി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഉണ്ടാവുള്ളൂ. സോ 30-35 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എവിടെയും ആയിട്ടില്ല. അതായത് 60 മുതൽ 70 വരെ മാർക്കുകൾ നമുക്ക് കിട്ടുന്നതാണ്. പ്രിലിംസ് പാസ് ആവില്ല. സോ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കിയുള്ള 65 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 65 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ടോട്ടൽ 100 ചോദ്യത്തില് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയുന്ന 35 ചോദ്യങ്ങളോ അല്ലെങ്കിൽ 30 ചോദ്യങ്ങളോ അല്ല ഉണ്ടാവുക. അതായത് ആദ്യത്തെ ഒരു 5 ചോദ്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു റേഷ്യോ വെച്ച് നോക്കുവാണെങ്കിൽ 3 ചോദ്യത്തിൽ 1 ചോദ്യം മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുള്ളൂ UPSCയിൽ. ഓക്കെ, സോ ആ റേഷ്യോ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 10 ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ചോദ്യം കിട്ടാം. ആദ്യത്തെ ഒരു 25 ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 8 ചോദ്യങ്ങളെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരു 50 ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 16-18 ചോദ്യങ്ങളെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. സോ 100 ചോദ്യം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാക്സിമം ഒരു 30-35 റേഞ്ചിലെ ചോദ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 ചോദ്യം നോക്കുമ്പോൾ 3 ചോദ്യവും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തായിരിക്കും. 4ാമത്തെ ചോദ്യത്തിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഉത്തരം ശരിയായിട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഫീൽ ഉണ്ടാവുക എന്താ, 4 ചോദ്യം നോക്കി ഒന്ന് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. സോ എക്സാം ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആണ് എന്നുള്ളതാണ്. പക്ഷെ UPSCയുടെ എക്സാം എല്ലാ വർഷവും സെയിം ഐഡിയ തന്നെയാണ് ഉണ്ടാവല്. അതായത് മൊത്തത്തിലുള്ള 100 ചോദ്യങ്ങളിൽ ഒരു 1/3 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടും. മാക്സിമം 30-35 ക്വസ്റ്റ്യൻസ് മാത്രമേ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് പോയ ഒരാൾക്ക് ആദ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് പ്രിലിംസ് ക്ലിയർ ആവില്ല. അപ്പൊ ചോദ്യം എന്താ, പിന്നെ എങ്ങനെയാ പ്രിലിംസ് ക്ലിയർ ആവുക എന്നുള്ളത്? അപ്പൊ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിയുള്ള 2/3 ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം 65-70 ക്വസ്റ്റ്യൻസില് നമുക്ക് ചില ചോദ്യങ്ങള് നമുക്ക് നല്ല പരിചയമുള്ള ചോദ്യങ്ങളുണ്ടാവും, ഫെമിലിയർ ആയിരിക്കും ടോപ്പിക്ക്, പക്ഷെ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. സോ അത്തരം ചോദ്യങ്ങളെ കണ്ടുപിടിക്കലും ആ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുകയും വഴി മാത്രമേ നമുക്ക് UPSCയിൽ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
സോ നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ണ് മഞ്ഞളിച്ചു അല്ലെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോവും. ചുറ്റും നോക്കി കഴിഞ്ഞാൽ എല്ലാവരും അവസ്ഥ ഇത് തന്നെയായിരിക്കും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ 100 ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക. നിങ്ങൾക്കറിയുന്ന നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ആ 30-35 ചോദ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ആ 30-35 ചോദ്യങ്ങളെ തെറ്റാതെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് വന്ന ആ ചോദ്യങ്ങളെ ഒരു തെറ്റും വരുത്താതെ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും പറ്റാതെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാർക്ക് ചെയ്തിട്ട് ആ 30-35 ചോദ്യങ്ങൾ സെക്യൂർഡ് ആണ്, അതിൽ എനിക്ക് തെറ്റ് വരില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സാം വന്നു, 30-35 ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ കംസ് ദ സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്താ, എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെയാണ് ഹൗ ടു അപ്രോച്ച് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തായാലും 30-35 കിട്ടുള്ളൂ. ബാക്കിയുള്ള 2/3 ക്വസ്റ്റ്യൻസ്, അതായത് 65 മുതൽ 70 വരെ ചോദ്യങ്ങളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഇവിടെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം നാഷണൽ ഫ്ലാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട ഹോം ഗാർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നാഷണൽ ഫ്ലാഗ് എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്, പക്ഷെ ആരും നാഷണൽ ഫ്ലാഗ് ഓഫ് കോഡ് ഓഫ് ഇന്ത്യ പഠിച്ചിട്ട് പോകുന്നില്ല. ഹോം ഗാർഡുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആരും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകുന്നില്ല. പക്ഷെ നമുക്ക് നാഷണൽ ഫ്ലാഗ് അറിയാം, ഹോം ഗാർഡും അറിയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കോമൺ ആയിട്ട് ഒരു കോമൺ മാൻ എന്ന രീതിയിൽ, UPSC പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ UPSC വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ ആക്ച്വൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മളുടെ കറണ്ട് അഫയേഴ്സിലോ നമ്മളെ സ്റ്റാറ്റിക്കിലോ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്തരം ചോദ്യങ്ങളില് നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ഇൻഫർമേഷൻസ്, നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഹോം ഗാർഡ് എന്തിനാണ്, ഹോം ഗാർഡ് എവിടെയാണ് നമ്മൾ കാണുന്നത്, ഇതൊക്കെ നമ്മൾ പോലീസിലെ ട്രാഫിക്കിനെ സഹായിക്കാൻ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കുക പറഞ്ഞാല് നമ്മളുടെ ഉത്തരവാദിത്തം എന്താ, UPSC കുറെ സെന്റൻസ് തന്നിട്ടുണ്ടാവും. ഈ സെന്റൻസുകളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്, അപ്പൊ 2 പെയർ കറക്റ്റ്, 3 പെയർ കറക്റ്റ്, അല്ലെങ്കിൽ 1 and 2 ആർ കറക്റ്റ്, അങ്ങനെ കണ്ടുപിടിക്കലല്ലേ. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റിലും നിങ്ങളുടെ ഈ ഒരു ലോജിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അറിവ് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റുകളെ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് പോവാം. അതായത് നമ്മള് പെർഫെക്ഷനിസ്റ്റ് അപ്രോച്ച് UPSC പ്രിലിംസിൽ എടുക്കരുത്. അതായത് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ചോദ്യം മാർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കരുത്. കാരണം നമുക്കൊരു 10-30 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പാർഷ്യൽ നോളജ്, നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ അറിവുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ ചോദ്യങ്ങളും, അതായത് നമ്മൾക്ക് അറിയാവുന്ന, നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ നമ്മുടെ കേട്ടറിവുകള്, അറിഞ്ഞ അറിവുകള്, നമ്മുടെ ലോജിക്കുകള് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങളും ശരിയാവോ എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ അറിവുകള്, നമ്മുടെ ലോജിക്ക്, നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 10-20 ചോദ്യം ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 15 എണ്ണം ശരിയാവാനും 5 എണ്ണം തെറ്റാവാനുമാണ് സാധ്യത കൂടുതൽ. സോ 15 എണ്ണം ശരിയായാൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. 5 എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ 3.33 മാർക്കേ പോകത്തുള്ളൂ. സോ ഓൾമോസ്റ്റ് 26.66 മാർക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ 26.66 മാർക്കും നിങ്ങൾ നേരത്തെ കിട്ടിയ മാർക്കും കൂടെ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രിലിംസ് പാസ്സാകാൻ പറ്റുക. ഇത് ഞാൻ അറിയുന്ന ടോപ്പിക്, അതായത് ഒരു ചോദ്യത്തിൽ കാണുന്ന സാധനം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പഠിച്ച ലോജിക്കും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉത്തരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതിലത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതായത് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും നിങ്ങൾ ആ ടോപ്പിക്കുകളുടെ പേരുകൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിലത്തെ ഓരോ സെന്റൻസിലൂടെയും കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക. ആ സെന്റൻസ് നിങ്ങളുടെ ലോജിക്ക് പ്രകാരം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ, അതായത് ഇങ്ങനെ സ്പെസിഫിക്കലി പറയാൻ കാരണം എന്ന് വെച്ചാൽ UPSCയുടെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് അത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം മാത്രമല്ല.
അതായത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 30-35 ചോദ്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ നോളജ് ചെയ്തതും നിങ്ങളുടെ റിവിഷനും ബേസ്ഡ് ആയിട്ട് ഒരു 30-35 ചോദ്യങ്ങളെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് ഒരുപാട് ചോദ്യങ്ങളെ UPSC ഇന്റൻഷനലി അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്നുണ്ട്. നിങ്ങളുടെ കോമൺ സെൻസും നിങ്ങളുടെ ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയാം, കോമൺ സെൻസും ഒരു ലോജിക്കൽ റീസണിങ്ങിനെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ടും ഏറ്റവും പ്രാക്ടീസ് വേണ്ട പാർട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് സീരീസിൽ എൻറോൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഇനിയുള്ള ടെസ്റ്റുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ചോദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എങ്കിൽ പോലും അതിൽ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ റൈറ്റ് ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മാർസുപിയൽസ് ആർ നോട്ട് നാച്ചുറലി found in India. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, marsupials can thrive only in predator free habitat. ഇനി which of the following are correct എന്നാണ് ചോദ്യം. അപ്പൊ ഇതില് ഒന്നാമത്തെ ഓപ്ഷൻ 1 ഓൺലി, രണ്ടാമത്തെ ഓപ്ഷൻ 2 ഓൺലി, മൂന്നാമത്തെ ഓപ്ഷൻ അതായത് ബി ഇത് സി ബോത്ത് 1 and 2, നാലാമത്തെ ഓപ്ഷൻ നൺ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർസുപിയൽസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും മാർസുപിയൽസിനെ കുറിച്ചിട്ട്? ഓക്കെ, ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഈവൻ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ക്വസ്റ്റ്യൻ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അഡ്രസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയ ആൾക്കാർക്ക് മാർസുപിയൽസ് എന്ന വാക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ തേർഡ് ടൈപ്പിൽ വരുന്ന ഒരു ചോദ്യമാണ് മാർസുപിയൽസ്. ഞാൻ പറഞ്ഞ സെക്കൻഡ് ടൈപ്പിൽ വരുന്ന ഫ്ലാഗുമായി ബന്ധപ്പെട്ട ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ ഹോം ഗാർഡ്. നമുക്ക് ദേശീയ പതാകനെ കുറിച്ച് അറിയാം, ദേശീയ പതാകനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹോം ഗാർഡിനെ നമുക്ക് അറിയാം, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മാർസുപിയൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ നോളജ് ബേസ്ഡ് ആയിട്ടാണ് UPSCയുടെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ മാർസുപിയൽസിനെ കുറിച്ചാണ് ചോദ്യം. മാർസുപിയൽസിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല, സോ ഐ ഹാവ് ടു ലീവ് ദിസ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ വെന്നെവർ നമ്മുടെ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചോ, നിങ്ങളുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് ഇതൊക്കെ UPSCയുടെ സിലബസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വാക്കുകളാണ്. പക്ഷെ CSAT-ലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ CSAT-നെക്കാട്ടി കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് UPSCയുടെ GS പേപ്പറിൽ ലോജിക്കൽ റീസണിങ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മാർസുപിയൽസിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, മാർസുപിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. മാർസുപിയൽസ് ഇന്ത്യയിൽ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നില്ല. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, മാർസുപിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ പ്രിഡേറ്റർ ഫ്രീ ഹാബിറ്റാറ്റ്. സോ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന വാക്കുണ്ട്, പ്രിഡേറ്റർ എന്ന് പറയുന്ന വാക്കുണ്ട്. സോ ഞാൻ അസ്യൂം ചെയ്തു മാർസുപിയൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ജീവിയോ ഒരു പ്ലാന്റോ ആണ്. അതായത് നമ്മുടെ എൻവയോൺമെന്റ് എന്നുള്ള ഒരു ചോദ്യമാണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. മാർസുപിയൽസ് ഒരു ജീവിയോ പ്ലാന്റോ ആണ്. ഓക്കെ, സോ മാർസുപിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി, മാർസുപിയൽസ് ക്യാൻ ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാർസുപിയൽസ് നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നില്ല. ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ ഡയറക്റ്റ് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇൻ കേസ് നിങ്ങൾ മലയാള മീഡിയത്തിൽ പഠിച്ച ഒരാളാണെങ്കിൽ. ഓക്കെ, മാർസുപിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. മാർസുപിയൽസിനെ നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കുക. UPSCയിൽ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണോ സാധ്യത കൂടുതൽ, തെറ്റാവാനാണോ സാധ്യത കൂടുതൽ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ശരിയാവാനാണ് സാധ്യത കൂടുതലെങ്കിൽ അത് ശരി, തെറ്റാവാനാണ് സാധ്യത കൂടുതലെങ്കിൽ അത് തെറ്റ്. ഓക്കെ, മാർസുപിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. മാർസുപിയൽസിനെ നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നില്ല. മാർസുപിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ആവാം, ജീവിയാവാം, അതിനെ നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ കാണാത്ത ഒരുപാട് ജീവികളുണ്ട്, നാച്ചുറലി ഇന്ത്യയിൽ കാണാത്ത ഒരുപാട് ജീവികളുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലി ഇന്ത്യയിൽ കാണുന്ന ഒരുപാട് ജീവികളുണ്ട്. സോ മാർസുപിയൽസ് നാച്ചുറലി ഇന്ത്യയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്, തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ എനിക്ക് അതിന്റെ മേലെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, സോ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുന്നില്ല. സോ ഞാൻ അതിനെ കെപ്റ്റ് ചെയ്തു. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെന്റിലും നമുക്ക് ഒരേപോലെ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. മാർസൂപ്പിയൽസ് എന്ന് പറഞ്ഞ ജീവി ഇന്ത്യയിൽ നാച്ചുറലി കാണുന്നില്ല, നാച്ചുറലി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് പിന്നെ വരും. രണ്ടാമത്തത്, മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ പ്രിഡേറ്റർ ഫ്രീ ഹാബിറ്ററ്റ്. മാർസൂപ്പിയൽസിനെ അതിനെ ഇരയാക്കുന്ന, അതിനെ ഭക്ഷിക്കുന്ന പ്രിഡേറ്റർ ഇല്ലാത്ത ഹാബിറ്റാറ്റിൽ മാത്രമേ ത്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പോപ്പുലേഷൻ, അതായത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ പ്രിഡേറ്റർ ഫ്രീ ഹാബിറ്റാറ്റ്. അത് എന്റെ ലോജിക്കിനെ അത്ര ദഹിക്കാത്തൊരു സംഭവം. ഇൻ കേസ് അവിടെ പ്രിഡേറ്റർ ഇല്ല എന്ന് വിചാരിച്ചോ. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാർസൂപ്പിയൽസിനെ ഇരയാക്കുന്ന ജീവിയാണ് പ്രിഡേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മള് ഫുഡ് ചെയിൻ, ഫുഡ് വെബ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കോമൺ നോളജ് ആണ് ഏത് ജീവിയുടെയും പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രിഡേറ്റർ വേണം. അപ്പൊ മാർസൂപ്പിയൽസ് എന്ന് പറയുന്ന ജീവിക്ക്, അത് എന്ത് ജീവി ആയിക്കോട്ടെ, അതിന് പ്രിഡേറ്റർ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പോപ്പുലേഷനെ ആര് കൺട്രോൾ ചെയ്യും? സ്വാഭാവികമായിട്ടും അതിന്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഹാബിറ്റാറ്റിന് നിലനിൽക്കാം. നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും ജീവിക്ക് ഇങ്ങനെ പ്രിഡേറ്റർ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ആയി പോകില്ലേ? എക്കോസിസ്റ്റത്തിന് നിലനിൽക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും എന്റെ ലോജിക് പ്രകാരം, എന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം മാർസൂപ്പിയൽസിനെ പ്രിഡേറ്റർ ഫ്രീ ഹാബിറ്റാറ്റിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മണ്ടത്തരം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ എന്റെ ലോജിക് പ്രകാരം ഞാൻ വിചാരിക്കുന്നത് മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ പ്രിഡേറ്റർ ഫ്രീ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു മണ്ടത്തര സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ ലോജിക്കിന് ദഹിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മാർസൂപ്പിയൽസിന് അവിടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അത് എങ്ങനെയാണ് പിന്നെ അവിടെ ആ എക്കോസിസ്റ്റം നിലനിന്നു പോവാ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കൂലേ? ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ്. 2 ഓൺലി, ബോത്ത് 1 and 2 പോയി. സോ സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി നൺ, അതായത് ഒന്നുകിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ള രീതിയിലേക്ക് ഇടണം. അത് ആക്ച്വലി ഞാനൊരു 50-50 ചാൻസിലേക്ക് എടുത്തില്ലേ. അതായത് 50%, ഞാൻ ഏതെടുത്താലും എനിക്ക് 50% ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്, 50% തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കണം. സോ ഞാൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒന്നുകൂടി എന്റെ ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർസൂപ്പിയൽസ് എന്ന് പറയുന്ന ജീവി ഇന്ത്യയിൽ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്ന ഒരു ജീവിയാണെന്ന് വെച്ചോ. പ്രോബബിലി മാർസൂപ്പിയൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്ന ഒരു ജീവിയാണെങ്കിൽ, ഞാനിപ്പോ ഇന്ത്യയിൽ 10-28 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ മാർസൂപ്പിയൽ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടാവണ്ടേ, അല്ലെങ്കിൽ ആ മാർസൂപ്പിയൽ എന്ന് പറയുന്ന പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അത്യാവശ്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. പോട്ടെ, ഇനി ഇൻ കേസ് കറണ്ട് അഫയേഴ്സിലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ പേരുകൾ ഒന്ന് വന്നിട്ടുണ്ടാവണ്ടേ. സോ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് മാർസൂപ്പിയൽ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ മാർസൂപ്പിയൽ എന്ന് പറയുന്ന പേര് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ അത് കേട്ടിട്ടില്ല, ഞാൻ ഇന്ത്യക്കാരനാണ്. സോ മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ത്യയിൽ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്ന ഒരു ജീവിയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജീവിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയിട്ട് കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ 1 വർഷമായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ഒരാളാണ്. സോ അറ്റ്ലീസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടാകുന്നതാണ്. സോ മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ കേൾക്കാത്തതുകൊണ്ടും എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടും അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് പ്രോബബിലി ഞാൻ ശരിയായിട്ടാണ് എടുക്കുക. സോ ഞാൻ അവിടെ അങ്ങനെ ഒരു വൈൽഡ് ലോജിക് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും 50-50 ചാൻസ് ആണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു എടുക്കണല്ലോ. അപ്പൊ ഞാൻ 1 ഓൺലി എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഓപ്ഷൻ കറക്റ്റ് കുത്തി പോകും. കറക്റ്റ് കുത്താൻ ഓപ്ഷൻ മാർക്ക് ചെയ്തു പോകും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ അർത്ഥം ഞാൻ ഈ ചെയ്ത ചോദ്യം എനിക്ക് മാർക്ക് കിട്ടും എന്നാണോ? എനിക്ക് 100% ഷുവർ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ ചെയ്തത് ശരിയാണെന്ന്. പക്ഷേ ഞാൻ എന്റെ ലോജിക് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തത്, ഞാൻ എന്റെ അവൈലബിൾ ആയിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഞാനൊരു ഗസ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വെറുതെ വൈൽഡ് ഗസ് എടുത്തതല്ല.
ഓക്കെ, ഞാൻ ഇവിടെ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എടുത്തതല്ല. ഞാൻ എൻ്റെ ലോജിക് വെച്ച്, എൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം പഠിച്ച നോളജിനെ അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റി, എൻ്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചെടുത്ത ഒരു തീരുമാനമാണ്. എനിക്കിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും എന്നോട് എന്തുകൊണ്ടാണ് 1 ഓൺലി മാർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു ലോജിക്കും ഉണ്ട്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് UPSCയുടെ ഓരോ ക്വസ്റ്റ്യൻസിലും പോവുക, ഓരോ ക്വസ്റ്റ്യൻസിലും പോയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലോജിക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലോജിക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണോ സാധ്യത കൂടുതൽ, തെറ്റാവാനാണോ സാധ്യത കൂടുതൽ എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ സ്റ്റേറ്റ്മെന്റ് മീൻസ് നിങ്ങൾ ആലോചിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കണ കാര്യം നിങ്ങൾക്കൊരു ലോജിക്ക് വേണം. വെറുതെ എനിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു എന്നുള്ളതല്ല, എന്തുകൊണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് തോന്നുന്നു, ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് വേണം. ആ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി പ്രിലിംസ് എഴുതിയ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഒരു മീൻസ് ഇങ്ങനെയല്ലല്ലോ നമ്മൾ ആക്ച്വലി എക്സാം ഹാളിൽ ഉണ്ടാവും, എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ആകെ ഫ്രീസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെയൊന്നും ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഇവിടെയാണ് ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഈ ഫ്രീസ് ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ ആദ്യം ഭയങ്കര എക്സ്പെക്ടേഷനുമായിട്ട് പോകുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ നന്നായിട്ട് റിവിഷൻ ചെയ്തു, എനിക്ക് UPSC എക്സാം ഭയങ്കര എളുപ്പമായിരിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനുമായിട്ട് പോകുന്ന ഒരാളെ മുമ്പിൽ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിലേക്ക് വരുമ്പോഴാണ് ആളുടെ എക്സ്പെക്ടേഷൻ മൊത്തം താണുപോയി, ആളാകെ പേടിച്ച് ഫ്രീസ് ആയ അവസ്ഥയിലേക്ക് പോകുന്നത്, തലയൊന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ നേരെ തിരിക്കുക. UPSC എനിക്ക് എന്തായാലും ഒരു 10-30 ചോദ്യം മാക്സിമം പോയാൽ കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, അത് ആദ്യം 100 ചോദ്യത്തിന് ഈ 10-30 ചോദ്യം ഏതാണെന്ന് കണ്ടുപിടിക്കുക, അത് കറക്റ്റ് ആയിട്ട് തെറ്റാതെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ബാക്കിയുള്ള 60-70 ചോദ്യത്തിൽ ഞാൻ എൻ്റെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ പാർഷ്യൽ ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു 30ഓളം ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, 30 ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ശരിയാവും, ചിലപ്പോൾ 10 തെറ്റിപ്പോവും. ഓക്കെ, 20 ശരിയാണെങ്കിൽ 40 മാർക്ക് കിട്ടും, 10 തെറ്റിപ്പോയി കഴിഞ്ഞാൽ 6.66 മാർക്ക് പോകും. സോ 33.33 മാർക്ക് നിങ്ങൾക്ക് നെറ്റ് കിട്ടുവാണ് ചെയ്യാം. സോ നമുക്കൊരു ലോജിക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എന്തുകൊണ്ട് 30 ചെയ്ത 20 ശരിയാവുന്നു 10 തെറ്റുന്നു എന്ന് ചോദിച്ചാൽ, ബിക്കോസ് നമുക്കൊരു ലോജിക് ഉണ്ട്. നമ്മൾ വെറുതെ ഒരു തീരുമാനം എടുക്കുന്നതല്ല, നമുക്കൊരു ലോജിക്കൽ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ആ ലോജിക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല, പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാളാണ്, ഈ ലോജിക് ടെസ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ പ്രോബബിലിറ്റി 80% വരെ, ഈ ഒരു ലോജിക്കലി ആൻസേഴ്സിന്റെ പ്രോബബിലിറ്റി 80% വരെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം 80% മേലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മിനിമം 80% നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഞാനിവിടെ വെറും 66% പ്രോബബിലിറ്റിയിലാണ് ഈ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലോജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാരെ ഞാൻ പറയുന്നത് ഗസ് വർക്ക് ആണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഗസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗസ് വർക്ക് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, A എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, B എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, C എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ കരുതിയിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം ഇത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് നമ്മൾ ഗസ് ചെയ്തിട്ട് പോകുന്നതിനെയാണ് ഗസ് വർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം ചോദിക്കണം, വൈ അത് കറക്റ്റ്, എന്തുകൊണ്ടാണ് അത് കറക്റ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണത് തെറ്റ്. ഇത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ ആക്ച്വലി നിങ്ങൾ ഓൾറെഡി പഠിച്ചതുമായിട്ട്, അതായത് നമ്മളിപ്പം പല ആൾക്കാരും ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റുന്ന ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നി, ഞാനത് ശരിയായിട്ട് മാർക്ക് ചെയ്തു, പക്ഷെ പിന്നെ തെറ്റിപ്പോയപ്പോൾ കണ്ടപ്പോഴാണ് അത് അങ്ങനെയല്ലല്ലോ, ഞാൻ ചിന്തിച്ചതല്ലല്ലോ എന്ന്. ആക്ച്വലി ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചോദ്യം കാണുന്ന സമയത്ത് ആ ഉത്തരം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ നിന്ന് റീകോൾ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ പഠിച്ചത് സ്റ്റോർ ചെയ്ത് വെച്ച സ്ഥലത്ത് നിന്ന് റീകോൾ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണോ അതങ്ങ് മാർക്ക് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് പല ആൾക്കാരും കാണുന്നത്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഏത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അറിയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അറിയാത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് ഏത് ചോദ്യം ചെയ്യുമ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സ് പറയണം അത് ശരിയാണെന്ന്. അപ്പൊ തിരിച്ചു ചോദിക്കാം, വൈ അത് ശരി. അപ്പോൾ നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്, ജോയിന്റ് സിറ്റിംഗിൽ ലോകസഭാ സ്പീക്കറാണ് അതിന്റെ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. സോ അത് സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അത് ശരിയാണ്.
ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ നമ്മുടെ പ്രിയാമ്പിളിന്റെ ലീഗൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് UPSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പ്രിയാമ്പിളിന്റെ ലീഗൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 3 or 4 പ്രാവശ്യമൊക്കെ UPSC പ്രിലിംസ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ. അപ്പോൾ ആ പ്രിയാമ്പിളിന്റെ ലീഗൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൾറെഡി പ്രിയാമ്പിളിന് അവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്രിയാമ്പിൾ ഈസ് ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതിയിൽ നമുക്ക് പ്രിയാമ്പിളിനെ കോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റും. അതായത് കോടതിയിൽ നമുക്ക് പ്രിയാമ്പിളിനെ ഒരു പ്രിയാമ്പിൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കോടതിയിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ കോടതി അതിനൊരു നിയമപരമായിട്ടുള്ള നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് പ്രിയാമ്പിൾ ജസ്റ്റീഷ്യബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ പ്രിയാമ്പിൾ ജസ്റ്റീഷ്യബിൾ ആണ് അല്ല എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് തിങ്ക് ചെയ്യുക, വൈ പ്രിയാമ്പിൾ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണെന്ന് തോന്നുന്നത്. കാരണം പ്രിയാമ്പിളിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിനൊരു ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും DPSPT ഒക്കെ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിയാമ്പിളിനെ യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രിയാമ്പിളിന് ഒരു ലീഗൽ നിലനിൽപ്പില്ല, നിയമപരമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. അതായത് പ്രിയാമ്പിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കോടതിയിൽ നമുക്ക് സ്ഥാപിച്ചു കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാനോ മറ്റു ഭാഗങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് പ്രിയാമ്പിളിനെ ഉപയോഗിക്കാൻ വേണ്ടി വരും. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ, പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും അതിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങൾ, കാരണം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു വിഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ വിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സാധനം വെച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലോ അല്ലെങ്കിൽ DPSPയിലോ ഇന്ന കാര്യം ചേർത്തിട്ടുള്ളതെന്ന് നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ ഈവൻ അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിൽ പോലും മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ തെറ്റുന്നത് ഒരുപാട് കുറക്കാൻ പറ്റും. അതേസമയത്ത് നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ലോജിക് അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ റീകോൾ ചെയ്തിട്ടാണ് ആൻസർ മാർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഗസ് വർക്ക് ചെയ്യരുത്. ഗസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇതിനൊരു ഉദാഹരണം ഞാനിപ്പം ഒരു ചോദ്യം എന്ന് വെച്ചാൽ വാബിൾ ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഇത് UPSC മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ അതേ ഓപ്ഷൻസ് അല്ല പറയുന്നത്, ഞാൻ കുറച്ചുകൂടി വേറെ ഓപ്ഷൻസ് ആണ്. ഒന്ന് ഡോൾഫിൻ, രണ്ടാമത്തത് ഹമ്മിങ് ബേർഡ്, മൂന്നാമത്തത് പെൻഗിൻ, നാലാമത്തത് ഹണിബി. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ഇത് ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ചോദ്യം കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല, ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ വാബിൾ ഡാൻസ് ഇന്ന ജീവിയുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് ഫാക്ട് ഡാറ്റ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഈ ചോദ്യം ഒരുപാട് ആൾക്കാർ അന്ന് ഗസ് വർക്ക് ചെയ്തൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇപ്പം ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉത്തരം തോന്നുന്നുണ്ടോ? വാബിൾ ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, അതായത് ഉത്തരം അറിയുന്ന ആള് പറയണമെന്നില്ല, അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം മുന്നേ ചോദിച്ചതാണ്. സോ ഇതിന്റെ ആൻസർ പ്രോബബ്ലി അറിയുന്ന ആൾക്കാരുണ്ടാവും. അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി, വോയിസ് അയക്കണമെന്നില്ല, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സ് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിൽ ഇന്നതാണ് ശരി ഉത്തരം എന്ന് മനസ്സ് പറയുന്നുണ്ടോ? ഡോൾഫിൻ. ഓക്കെ, അദ്വൈതിന് ഡോൾഫിൻ എന്നാണ് തോന്നിയത്. വേറെ ആർക്കെങ്കിലും? ഞാൻ ഗസ് ചെയ്യാനല്ല പറയുന്നത്, നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ ഇന്നതാണെന്ന് തോന്നിയത്. പെൻഗിൻ. ഓക്കെ, ഡി ഹണിബി. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഹണിബി എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി നമുക്ക് ഈ ചോദ്യം കാണുന്ന സമയത്ത് ചില ആൾക്കാര് നമുക്ക് തോന്നും, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഇത് ഡോൾഫിൻ ആയിക്കൂടെ, ഹമ്മിങ് ബേർഡ് ആയിക്കൂടെ. കാരണം ഹമ്മിങ് ബേർഡിന് കുറച്ചുകൂടി ഒരു സിമിലാരിറ്റി, ഇവിടെ ഒരു ഡാൻസിനെ കുറിച്ചാണ് പറയുന്നത്, ഇവിടെ ഹമ്മിങ് ബേർഡ് ആണ്, ഹമ്മിങ് ആണ് ചെയ്യുന്നത്. ഹമ്മിങ് ചെയ്യുന്ന മൂളുക, നമ്മൾ പാട്ടിന് മുന്നേ ഹമ്മിങ് ഉണ്ടാവല്ലേ അല്ലേ, അപ്പൊ മൂളുക. അപ്പൊ ഇത് കുറച്ചുകൂടി ഒരു സിമിലാരിറ്റി ഉള്ളതാണെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. അപ്പൊ ആക്ച്വലി ഇതൊക്കെ നമ്മുടെ കോമൺ ലോജിക് അല്ല. ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാക്ച്വൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും ഇതാണ് ഉത്തരം, ഡോൾഫിൻ ആണ് ഉത്തരം, അല്ലെങ്കിൽ ഹമ്മിങ് ബേർഡ് ആണ് ഉത്തരം, അല്ലെങ്കിൽ പെൻഗിൻ ആണ് ഉത്തരം, അല്ലെങ്കിൽ ഹണിബി ആണെന്ന് ഉത്തരം. ഓർത്ത് വെക്കേണ്ട കാര്യം ഇതെല്ലാം ഗസ് ആണ്. അപ്പൊ ഇങ്ങനെ ഗസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം 4
ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനും 25% നമുക്ക് ശരിയാവാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ ഇതിൽ കൃത്യമായിട്ടുള്ള ലോജിക് ഒന്നും ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയാവാനുള്ള സാധ്യത 25%, തെറ്റാനുള്ള സാധ്യത 75%. അതായത് ശരിയാവാനുള്ള സാധ്യത കുറവും തെറ്റാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലുമാണ് ഗസ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുവാണ് ഹമ്മിങ് ബേർഡ് ആണെന്ന് തോന്നുവാണെന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾക്ക് ഈ ചോദ്യം അറിയില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയുവാണ് ഹമ്മിങ് ബേർഡ് ആണെന്നുള്ളത്. ഉടനെ നിങ്ങൾ ഹമ്മിങ് ബേർഡ് മാർക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ട് ഹമ്മിങ് ബേർഡ്? അതായത് എന്റെ മനസ്സെ എനിക്ക് ഒരു കാരണം പറഞ്ഞു തരൂ, എന്തുകൊണ്ട് ഹമ്മിങ് ബേർഡ് ആണ് വാബിൾഡ് ആൻസേഴ്സ് അസോസിയേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഓക്കെ, അപ്പോ ഞാൻ ഇടയിൽ മ്യൂട്ടഡ് ആയിപ്പോയി. അപ്പൊ ഇതില് നിങ്ങളുടെ മനസ്സ് പറയുവാണ് ഹമ്മിങ് ബേർഡ് ആണ് ഉത്തരം എന്നുള്ളത്. അപ്പൊ ഹമ്മിങ് ബേർഡ് ആണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങൾക്ക് ഒരു ഗട്ട് ഫീലിംഗ് വരുവാണ്. അന്നേരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തിരിച്ചു ചോദിക്കുക, എന്റെ മനസ്സെ ഒരു കാരണമെങ്കിലും പറഞ്ഞു തരുമോ, എന്തുകൊണ്ടാണ് ഹമ്മിങ് ബേർഡ് വാബിൾ ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാബിൾ ഡാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നാൻ ഒരു കാരണം മതി. അതായത് ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരാളോട് പറയുവാണ്, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ ഹമ്മിങ് ബേർഡ് ആണ് ഉത്തരം കൊടുത്തത്. ഹമ്മിങ് ബേർഡ് ഉത്തരം കൊടുക്കാൻ കാരണം ഇന്ന ലോജിക് ആണെന്ന്. ഞാൻ നേരത്തെ മാർസുപ്പിയലിന്റെ കേസിൽ നിങ്ങൾക്കൊരു ലോജിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോജിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിലൊരു ലോജിക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ലോജിക്ക് നിങ്ങൾക്ക് പുറത്തുള്ള ആളോട് പറയാനും പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ ഡാൻസ് ഉണ്ട്, ഇവിടെ ഹമ്മിങ് ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ലോജിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് പുറത്തുള്ള ഒരാളോട്, അതായത് വാബിൾ ഡാൻസിൽ ഡാൻസ് ഉണ്ട്, ഹമ്മിങ് ബേർഡിന്റെ ഹമ്മിങ് ഉണ്ട്, അതുകൊണ്ട് ഹമ്മിങ് ചെയ്ത് പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഹമ്മിങ് ബേർഡ് ആയിരിക്കും എന്നുള്ള ലോജിക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പുറത്തുള്ള ഒരാളോട് പറയാൻ പറ്റും. അത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ലോജിക് ആണോ? അല്ല, അത് ജസ്റ്റ് ആ നെയിമിലുള്ള സിമിലാരിറ്റി മാത്രമാണ്. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി UPSC അങ്ങനെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നതാണ്. സോ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഉത്തരം മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും നിങ്ങൾ ഒരു ലോജിക്കൽ ടെസ്റ്റ് വെക്കുക. ആ ലോജിക്കൽ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രം ഉത്തരം മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ചോദ്യം, അതായത് UPSC-യിലെ ഞാനിത് ഇത്രയും ഈ തെറ്റിന്റെ മേലെ ഇത്രയും എംഫസിസ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് UPSC-യിൽ ഇപ്പൊ കട്ട് ഓഫ് 85 മാർക്കാണെന്ന് വിചാരിച്ചോ. ഈ 85-ല് താഴെയായിട്ട് ഒരു 75-ന് മേലെയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് UPSC 15,000 ആൾക്കാരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മേലെ ഒരു 10-30,000 ആൾക്കാര് ഈ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. ഈ റേഞ്ചിലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവര് ഒരു 50 ചോദ്യം ശരിയാക്കിയിട്ടുണ്ടാവും, ഒരു 30 ചോദ്യം തെറ്റിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇവർ പുറത്തേക്ക് വന്നത്. 50 ചോദ്യം ശരിയാക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടി? 100 മാർക്ക് കിട്ടി. 30 ചോദ്യം തെറ്റാക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടി? 30 ചോദ്യം തെറ്റാക്കുമ്പോഴത്തേക്ക് ഏകദേശം 20 മാർക്ക് കുറഞ്ഞുപോയി, അല്ലെ? ഏകദേശം 20 മാർക്ക് കുറഞ്ഞു. സോ 20 മാർക്ക് കുറഞ്ഞു, സോ 80-ലേക്ക് എത്തി. അപ്പൊ ഇവര് ആ കട്ട് ഓഫ് കയറൂല. ശരിക്കും അവര് ആ തെറ്റുകൾ ഉണ്ടാകും. അതായത് ഒരുപാട് ഗസ് വർക്കിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 30 തെറ്റിയത് എന്നുള്ളത് നമുക്കൊരു 10-ലേക്കോ അല്ലെങ്കിൽ ഒരു 15-ലേക്കോ അല്ലെങ്കിൽ ഒരു 20-ലേക്കോ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ഹൈ ആക്യുറസിയോടുകൂടി ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈ ആക്യുറസിയോടെ തെറ്റുന്നത് പരമാവധി കുറയണം. തെറ്റുന്നത് പരമാവധി കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ് വർക്ക് ചെയ്യുന്നത് പരമാവധി കുറക്കണം. നമ്മുടെ ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ലോജിക് സപ്പോർട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യമല്ല, ലോജിക് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, കാരണം ആ ലോജിക് ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സിവിൽ സർവീസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, ഒന്ന്, എക്സാം നിങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. എന്തുകൊണ്ട് വേഴ്സ്റ്റ് എന്ന് വെച്ചാൽ, ആദ്യത്തെ 10 ചോദ്യം പോകുമ്പോൾ നിങ്ങൾക്ക് 2 ചോദ്യം മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത 20 ചോദ്യം പോകുമ്പോൾ നിങ്ങൾക്ക് 4 ഉത്തരം മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 30 ചോദ്യം പോകുമ്പോൾ നിങ്ങൾക്ക് 7 ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെ 50 ചോദ്യം പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 15 ചോദ്യം മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അടുത്ത 75 ചോദ്യം പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 23 ചോദ്യങ്ങളെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. 100-ലെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 30-ഓ 32-ഓ ചോദ്യങ്ങളെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇതിങ്ങനെയാണ് UPSC-യുടെ എക്സാം.
ഓക്കെ, നിങ്ങളുടെ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് എ വേഴ്സ്റ്റ് എക്സാം. ഈ വർഷം ഉണ്ടാവാൻ പോകുന്ന ഇതേ എക്സാം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഞെട്ടാൻ പോകരുത്. ഓക്കെ, ഇനി അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇതേപോലെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2 മാർക്ക് ചെയ്തില്ലേ, അത് തെറ്റാണ്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 മാർക്ക് ചെയ്തിരുന്നല്ലോ, അതിന് ശേഷം ചെയ്ത 2 അത് തെറ്റാതിരിക്കാൻ. അങ്ങനെ ചെയ്യുന്ന ഈ 32 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 30-35 ചോദ്യങ്ങൾ തെറ്റാതെ 100% ആക്യുറസി, അതായത് ആ ചോദ്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്, അതിൽ ഒരു തെറ്റും വരാതെ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് 60-64 മാർക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ചിന്തിക്കേണ്ട കാര്യം എന്താ, 64 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി ബാക്കിയുള്ള മാർക്കും കൂടെ ഒപ്പിക്കണം. UPSCയുടെ ബാക്കിയുള്ള നിങ്ങൾ ഈ പോയെന്ന് ഒഴിച്ച് ബാക്കിയുള്ള 60 മുതൽ 65 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളിൽ ഫുൾ കടന്നു പോവുക. എന്നിട്ട് അതിൽ നിന്നും ഒരു 10-30-35 ചോദ്യങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ഈ നമ്പർ എന്ന് പറയുന്നത് ഓരോരാൾക്കും ലോജിക് അപ്ലൈ ചെയ്യാവുന്നതനുസരിച്ച് വാരി ചെയ്യും. മിനിമം ഒരു 60 എബോവ് ക്വസ്റ്റ്യൻസ് എങ്കിലും, മോർ ദാൻ 60 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്കൊരു ആക്യുറസി ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് കട്ട് ഓഫിന് മേലെ പോകാൻ പറ്റുള്ളൂ. ഒരു അറൌണ്ട് 60, അതായത് UPSCയുടെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ കൂടി ടഫ് ആവുന്നതനുസരിച്ച് നമുക്ക് ഈ റേഞ്ച് മാറും. ഏകദേശം ഒരു 60 ചോദ്യങ്ങൾക്ക് അടുത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട്. ഇപ്പോഴും ആൾക്കാർ, അതായത് പണ്ട് ഒരു 3, 4, 5, അതായത് കോവിഡിന് മുന്നേ ഉള്ള ടൈമില് UPSCയുടെ കട്ട് ഓഫ് 100+ ഒക്കെ പോവായിരുന്നു. അന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 80 ചോദ്യം 85 ചോദ്യമൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നത്, 80 ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഓർത്തുവെക്കുക, UPSCയുടെ ലെവൽ ഓഫ് എക്സാം അല്ലെങ്കിൽ എക്സാമിന്റെ ടഫ്നെസ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് 80+ ഒന്നും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്ര പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ എനിക്ക് 70+ ചെയ്യണം 80+ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഗസ് വർക്കിലേക്കൂടെ പോയി കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങളെ പിറകോട്ട് വലിക്കാനാണ് പോകുന്നത്. സോ എബോവ് 60 സേഫ് റേഞ്ച് ആണ്. പക്ഷെ ഓർത്ത് വെക്കുക, എബോവ് 60 ചെയ്തതിൽ നമ്മൾ ഗസ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുകിൽ നോളജ് പ്രകാരം അല്ലെങ്കിൽ വിത്ത് ലോജിക് പ്രകാരമാണ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ മനസ്സിലാക്കുക. ദെൻ യു ആർ നല്ല സേഫ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ഈവൻ 60+ ചെയ്യാൻ പറ്റിയില്ല, ഒരു 50+ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗസ് വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ആ ചെയ്ത ചോദ്യങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ വേണ്ടി ശ്രമിക്കുക. ലോജിക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ വിത്ത് ലോജിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ചോദ്യങ്ങളും. ദാറ്റ് വിൽ എൻഷുർ ദാറ്റ് ഹൈ ആക്യുറസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിനെ ആദ്യം എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്, രണ്ടാമത്തത് ലോജിക്ക് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തൊരു പേപ്പർ ഉണ്ട്, CSAT എന്ന് പറയുന്ന പേപ്പർ, ഉച്ചക്ക് ഉണ്ടാവുന്ന പേപ്പർ. അപ്പൊ CSATല് നമുക്ക് 80 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഈ 80 ചോദ്യങ്ങളെ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് അഡ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ 20ാമത്തെ ചോദ്യം എത്തുമ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത 10 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത 1 മണിക്കൂറും കഴിഞ്ഞിട്ടുണ്ടാവും. 30 ചോദ്യങ്ങൾ എത്തിയതേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ 80 ചോദ്യങ്ങളിൽ ചെയ്ത കാര്യമല്ല പറയുന്നത്, 30 ചോദ്യങ്ങളെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. CSATൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സ്കില്ല് എന്ന് വെച്ചാൽ പിക്ക് ചെയ്യാനുള്ള സ്കില്ലാണ് വേണ്ടത്. അതായത് ഒരു 1ാമത്തെ ചോദ്യം നോക്കുക, ആ ചോദ്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണോ എങ്കിൽ അത് ചെയ്യുക. ചെയ്യാൻ പറ്റാത്ത ചോദ്യമാണോ, ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം കിട്ടാത്തതാണോ, അത് ചെയ്യാതെ അടുത്തതിലേക്ക് പോവാം. അങ്ങനെ ആദ്യം 80 ചോദ്യത്തില് നമ്മൾ അത്യാവശ്യം കോംപ്രഹെൻഷൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യം ചോദ്യങ്ങളിലേക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളിലേക്കൂടെ കടന്നു പോകാൻ ശ്രമിക്കാം. അത് ഒരു 10-14 ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അതിനുശേഷം വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ 1ാമത്തെ ചോദ്യം ചെയ്തു, 2ാമത്തെ ചോദ്യം ചെയ്തു, 3ാമത്തെ ചോദ്യം ചെയ്തു, എല്ലാ ചോദ്യവും ട്രൈ ഔട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് CSATൽ ചെയ്യേണ്ട കാര്യം. അപ്പൊ CSATല് 80 ചോദ്യത്തില് നമ്മളൊരു 40 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈ സേഫ് ആണ്. കാരണം CSATല് നമുക്ക് ആക്യുറസി ഭയങ്കര കൂടുതലായിരിക്കും ചെയ്യുന്നതിന്, നമ്മൾ ഗസ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ. സോ അറ്റ്ലീസ്റ്റ് ഒരു അറൌണ്ട് 30+ എങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു ഹൈ ആക്യുറസി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു സേഫ് മാർജിൻ കടന്നു പോകത്തുള്ളൂ. സോ CSATൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ പിക്ക് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും വരുന്ന മിസ്റ്റേക്ക് 1 by 1 ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അതിനു പകരം പിക്ക് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിക്ക് ചെയ്ത് പോകാന്ന് വെച്ചാൽ 1ാമത്തെ ചോദ്യം അറിയില്ല, 2ാമത്തെ ചോദ്യം പോകും, 2ാമത്തെ ചോദ്യം അറിയില്ല, 3ാമത്തെ ചോദ്യം നോക്കാം, 3ാമത്തെ ചോദ്യം അറിയില്ല, വിടുക, 4ാമത്തെ ചോദ്യം. കാരണം നമുക്ക് 80ൽ 80 അറ്റൻഡ് ചെയ്യേണ്ട. ഓക്കെ,
നമുക്ക് അതിലൊരു 30-ലധികം ചോദ്യങ്ങൾ നല്ല ആക്യുറസിയോട് കൂടി തെറ്റാതെ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ആ 30 ചോദ്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മാത്രം ചെയ്തിട്ട് പോവാം. പിന്നെ ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. 40 നല്ല സേഫ് നമ്പർ ആണ്. എബോവ് 30+ എങ്കിലും മിനിമം ഉണ്ടാവണം. എബോവ് 30 അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 75 മാർക്കിന്റെ ചോദ്യങ്ങളൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യൂ. നമുക്ക് 66.67 ആണ് കട്ട് ഓഫ്. തെറ്റിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പോകും? 3 മാർക്കിന് മേലെ പോകും. 2.5 മാർക്കും അതിന്റെ 1/3 പോകും. അതായത് 1.33 ടൈംസ് 2.5 ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പം അത്രയും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചോദ്യം തെറ്റുമ്പോൾ തന്നെ നമ്മളുടെ മാർക്കിൽ ഏകദേശം 3 മാർക്ക് നമ്മുടേത് കുറയും. ഓക്കെ, 75-ൽ നിന്ന്. അത് ഓർത്ത് വെക്കണം. അപ്പം നമ്മളുടെ ഇവിടെ സേഫ്റ്റി മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 9 മാർക്ക് പോലും ഇല്ല. അപ്പൊ ഒരു 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 30 തന്നെ ചെയ്തുള്ളൂ. 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിറകോട്ട് പോകും. അതായത് 90% മേലെ ആക്യുറസി ഉണ്ടാവണം നമ്മൾ 30 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ എങ്കിലും. കാരണം 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 9 മാർക്കിന് മേലെ നമ്മളത് കുറയും. 75-ൽ നിന്ന് കുറയും. ഓക്കെ, 30 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 75 മാർക്ക് കിട്ടുക. അതിൽ നിന്ന് 27 ശരി, 3 തെറ്റി കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക് 67 താഴോട്ട് പോകും. സോ നിയർലി 40 ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 30+ എങ്കിലും മിനിമം ചെയ്യണം, നല്ല ആക്യുറസിയോട് കൂടിയിട്ട് എന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട മിനിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയെല്ലാം മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. എന്തായാലും 2 മണിക്കൂർ എക്സാം ഹാളിൽ ഇരിക്കണം. മാക്സിമം ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗസ് വർക്ക് എവിടെയും ചെയ്യരുത്. ഓക്കെ, ഇതാണ് UPSC എക്സാമിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടില് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് ആ സമയത്ത് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എക്സാം എന്നുള്ളത്, എക്സാമിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. വേഴ്സ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് 30 എണ്ണം മാക്സിമം 30 എണ്ണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് പോവുക. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം അധികം പഠിക്കാണ്ട് UPSC എക്സാമിന് പോകുന്ന ആൾക്കാരാണ് കുറെ കൂടി കാമം ആയിട്ട് ഇരിക്കുക. കാരണം എന്താ, അവർക്ക് ടെൻഷൻ ഇല്ല. ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അവർ പോകുന്നുണ്ടാവും. അവർക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പോകും. അപ്പൊ നല്ല എക്സാം ആയെങ്കിലേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ പോകും. അവർക്ക് 30 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 30 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളല്ല, ആദ്യത്തെ 15 ചോദ്യത്തിൽ നിന്ന് 3 ചോദ്യമേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് അവർ ഏറ്റവും ടെൻഷൻ അടിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, UPSC അങ്ങനെയാണ്. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അങ്ങനെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുക, UPSC എന്നെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാനാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് പോവില്ല. എനിക്കറിയാം UPSC എങ്ങനെയാണ് എന്റെ മൈൻഡിനെ കൊണ്ട് അവിടെ കളിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ അത് സെറ്റ് ആവുക. ബാക്കിയുള്ള 60-70 ചോദ്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അതിൽ നിന്നൊരു 10-30 ചോദ്യങ്ങൾ ലോജിക് ബേസ്ഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അറൌണ്ട് 60+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് സഫീഷ്യന്റ്. കാരണം UPSC പാറ്റേൺ വെച്ച് അറൌണ്ട് 60+ സഫീഷ്യന്റ് ആണ്. നമുക്ക് 80-ലേക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. 80-ലേക്ക് പോകുമ്പോൾ അഡീഷണൽ 20 എണ്ണം നിങ്ങൾ തെറ്റാണ് ചെയ്യുക. അതിന്റെ മാർക്ക് നഷ്ടപ്പെടുക എന്നുള്ള കാര്യം മാത്രമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന്റെ എക്സ്പെക്ടേഷൻ പറഞ്ഞു. അറ്റൻഡ് ചെയ്യേണ്ട രീതി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിത്തൗട്ട് ലോജിക്ക് അറ്റൻഡ് ചെയ്യരുത്. ലോജിക്കോട് കൂടി മാത്രമേ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. നോ ഗസ് വർക്ക് എൻഷുർ ചെയ്യണം. ഓക്കെ, നോ ഗസ് വർക്ക് എൻഷുർ ചെയ്യണം. ഓക്കെ, ഗസ് വർക്ക് ചെയ്തിട്ട് ഒരു മാർക്കും വേണ്ട. കാരണം ഗസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ഒന്നാം സമ്മാനം അടിക്കുന്ന ചിന്തിക്കുന്ന പോലെയാണ്. അതിൽ ഭയങ്കര പ്രോബിലിറ്റി കുറവാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് 25% പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം മണ്ടത്തരം തീരുമാനമാണെങ്കിൽ ഒന്നുകൂടി മണ്ടത്തരം എടുത്ത തീരുമാനം മീൻസ് മണ്ടത്തരായി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം കൂടി ചിന്തി വെക്കുക. സോ ഇവിടുത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ആണ് നിങ്ങളുടെ റിസ്ക് ആയിട്ട് വരുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അതായത് 25% പ്രോബിലിറ്റി അല്ല, ഒരു റിസ്ക് മണ്ടത്തരായി കഴിഞ്ഞാൽ തിരിച്ച് പഠിക്കുന്നത് 1 വർഷം ടൈമാണ് നഷ്ടപ്പെടുമെന്ന് ഓർത്ത് വെക്കുക. സോ ലോജിക്ക് ഇല്ലാതെ ആൻസർ മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നെക്സ്റ്റ് 20 ഡേയ്സിൽ എന്ത് ചെയ്യണം എന്നുള്ളത്.
ഓക്കെ. അപ്പൊ നെക്സ്റ്റ് 20 ഡേയ്സിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ സജഷൻ. കാരണം നിങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതിനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ലാസ്റ്റ് 20 ഡേയ്സിൽ മൊത്തം പ്ലാനിനെ ചേഞ്ച് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലോജിക്കുകൾ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, ലോജിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 100% ആക്യുറസി ഇല്ല. നിങ്ങൾ 10 ചോദ്യം ചെയ്യുമ്പോൾ അതിലൊരു 6 ശരിയാവും, 4 തെറ്റിപ്പോവാം. ഓക്കെ, അപ്പം ആ 4 തെറ്റിപ്പോന്ന് വെച്ചാൽ ആ 4 തെറ്റിപ്പോയി എന്നുള്ള വെച്ചോണ്ട് ഇത് തെറ്റാണെന്നാണോ? അല്ല, മീൻസ് നിങ്ങൾ ലോജിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ട് വരിക. സോ നിങ്ങൾ ഇനി ഏതെങ്കിലും ടെസ്റ്റോ ക്വസ്റ്റ്യൻസോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലോജിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ആ ലോജിക്കാണ് നിങ്ങളെ സേവിയർ ആയിട്ട് UPSC സിവിൽ സർവീസ് എക്സാമിൽ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല, ഏകദേശം 1 hourന്റെ അടുത്തായി. സോ ഞാൻ എന്റെ സൈഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അഡ്രസ് ചെയ്യാം. എനിക്ക് ഓൾറെഡി ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ അത് അഡ്രസ് ചെയ്യാം. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നിക്ക് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയാം. ഓക്കെ, ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ NCERT മാപ്പ് ഇമ്പോർട്ടന്റ് ആണോ? NCERT മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചോദിച്ച, അതുപോലെ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചോദിച്ച ഒരു 2-3 ചോദ്യങ്ങളിൽ ന്യൂ NCERT എന്നുള്ള മാപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് നമ്മുടെ പുഹാർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പുഹാർ എന്ന് വെച്ചാൽ ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. അത് ഈ പുഹാർ എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നിരുന്നു. ആ പുഹാർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോർട്ട് സിറ്റിയാണ്. അത് വാർത്തയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചോദ്യം അതായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഡയനാസ്റ്റീസിനെ സംബന്ധിച്ച് മെഡീവൽ ഇന്ത്യ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യവും ആ ഡയനാസ്റ്റീസിന്റെ ലൊക്കേഷനും ഈ മാപ്പ് നമുക്ക് NCERT കാണാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ NCERT കൊടുത്തുള്ള NCERT എന്നുള്ള ആ ഒരു ഓൾഡ് മാപ്പുകൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, അതുപോലെ ഇപ്രാവശ്യം ആവർത്തിക്കും എന്നുള്ളതിനെ നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. സോ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചു, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് 20 ഡേയ്സിൽ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ വെറുതെ ഓവർവെൽം അല്ലെങ്കിൽ അധികം സ്ട്രെസ്സിൽ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. നമ്മൾ നിലവിൽ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്ത് അതെല്ലാം തലയുടെ ഉള്ളിലുണ്ട്, ഓർമ്മയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്തത് എന്നോട് അദ്വൈത് ചോദിച്ചെന്ന് വെച്ചാൽ ഓൾറെഡി മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഓക്കെ, ഓൾറെഡി മാർക്ക് ചെയ്ത്, അതായത് ആക്ച്വൽ OMR ഷീറ്റിൽ നിങ്ങൾ ഓൾറെഡി പെന്നോട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലേഡ് വെച്ച് മായ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് സജസ്റ്റും ചെയ്യുന്നില്ല. ചിലപ്പം ടോട്ടൽ നമ്മൾ ഇപ്പം നിങ്ങളുടെ റോൾ നമ്പറോ സീരിയൽ നമ്പറോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലേഡ് തരും. കാരണം അവര് നിങ്ങളുടെ ഷീറ്റ് മാറ്റി തരൂല. ഓക്കെ, OMR ഷീറ്റ് മാറ്റി തരൂല. സോ നിങ്ങൾക്ക് റോൾ നമ്പറോ സീരിയൽ നമ്പറോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ, മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അവർ ബ്ലേഡ് തരും നിങ്ങൾക്ക് ചുരണ്ടിയിട്ട് അത് മായ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റോൾ നമ്പറും മറ്റും ഒക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം കെയർ എടുക്കുക, ശ്രദ്ധയോടെ എടുക്കുക. ഇൻവിജിലേറ്ററിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ചെയ്യുക. അപ്പോൾ ഉത്തരം ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ OMR ഷീറ്റ് നമുക്ക് മാറ്റാൻ പറ്റൂല. സോ ഉത്തരം മാർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക? ഉത്തരം മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ലോജിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എത്ര കറക്റ്റ് ആണെന്ന് അറിയുന്ന ഉത്തരമാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് ഒന്ന് കോറിലേറ്റ് ചെയ്യുക. ഞാൻ പഠിച്ച കാര്യം വെച്ചിട്ട് പ്രകാരമാണ് ഇത് ശരി എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. ഓക്കെ, അതൊന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ നമ്മളെ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമ്മൾ ചാടിക്കേറി ഉത്തരം മാർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, അതായത് പെട്ടെന്ന് നമ്മൾ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ അശ്രദ്ധ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉത്തരം മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിനു ശേഷം മനസ്സിലാവും അതിനെക്കാട്ടും നല്ല ഉത്തരം താഴെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. പിന്നെ മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ഓക്കെ, ഓപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. UPSC ഓർത്തു വെക്കുക, UPSC നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരമല്ല തിരഞ്ഞെടുക്കേണ്ടത്, ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും ശരിയായ ഉത്തരം.
ഓക്കെ, ശ്രദ്ധിക്കണം. UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം അല്ല തിരഞ്ഞെടുക്കേണ്ടത്, ശരിയായതല്ല തിരഞ്ഞെടുക്കേണ്ടത്, ഏറ്റവും ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ ശരിയായിട്ട് തോന്നും. അപ്പൊ എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രൈമറി റീഡിങ്ങിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായിട്ട് തോന്നും. നിങ്ങളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് കീ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഡി ആണ് ശരിയായ ഉത്തരം. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം തന്നെ, പക്ഷെ നിങ്ങൾ ബി എന്ന് മാർക്ക് ചെയ്തതിനെക്കാട്ടി ശരിയായിട്ടുള്ള ഉത്തരം ഇതായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു എന്ന്, കൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഏതായിരുന്നു എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഫസ്റ്റ് അമെന്റ്മെന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് 9th അമെന്റ്മെന്റ്, മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് 42nd അമെന്റ്മെന്റ്, നാലാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് 44th അമെന്റ്മെന്റോ മറ്റോ. അപ്പൊ ആക്ച്വലി മിക്കവാറും ആൾക്കാർ 42nd അമെന്റ്മെന്റ് എന്ന് മാർക്ക് ചെയ്തിന്. കാരണം നമുക്ക് ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42nd അമെന്റ്മെന്റ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പിന്നെ ജുഡീഷ്യറിനെ അണ്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ലക്ഷ്മികാന്തിൽ പഠിക്കുന്നത് ഈ 42nd അമെന്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സും. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത്. പക്ഷെ ഓർത്ത് വെക്കുക, ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന അമെന്റ്മെന്റ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ്. അതായത് ജമീന്ദാരി അബോളിഷൻ ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ തന്നെ കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ് ഫസ്റ്റ് അമെന്റ്മെന്റ്. അതായത് 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് 9th ഷെഡ്യൂളിൽ വെക്കുന്ന ആക്ടുകൾ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്തായിക്കോട്ടെ 9th ഷെഡ്യൂളിൽ വെക്കുന്നത് അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് ഫസ്റ്റ് അമെന്റ്മെന്റിൽ വരുന്നത്. സോ ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അമെന്റ്മെന്റ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ 4 ഓപ്ഷൻസ് വായിച്ചിട്ട് ലോജിക്കലി എന്തുകൊണ്ട് 42nd അമെന്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ 42nd അമെന്റ്മെന്റിലാണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് കോടതി ഭയങ്കരമായിട്ട്, കാരണം അതിനുശേഷമാണ് നമ്മൾ കേശവാനന്ദ ഭാരതി കേസിലൊക്കെ ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു ഐഡിയയിലാണ് നമ്മൾ ഇതെന്താ ശരിയാണെന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്. സോ ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അവിടെ നമ്മൾ ആലോചിക്കണം, ലോജിക്ക് അപ്ലൈ ചെയ്യണം. സോ അതിന് മുന്നേ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഓൾറെഡി 9th ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. കാരണം UPSC ഷെഡ്യൂളുകളെ സംബന്ധിച്ച് എല്ലാ വർഷവും ചോദ്യം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു 5th ഷെഡ്യൂളോ 6th ഷെഡ്യൂളോ, അതാണ് UPSCയുടെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ 9th ഷെഡ്യൂളാണ്, പിന്നെ 10th ഷെഡ്യൂളാണ്. 10th ഷെഡ്യൂൾ ഇപ്രാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം മഹാരാഷ്ട്ര അസംബ്ലിയിലൊക്കെ വലിയ ഇഷ്യൂസ് ഉണ്ടായതാണ് ആന്റി ഡിഫെക്ഷൻ ലോയൊക്കെ. ഓക്കെ, സോ 10th ഷെഡ്യൂൾ ഇപ്രാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. സോ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലാണ് 9th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. 9th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂവിനെ ഓവർറൂൾ ചെയ്യാം. പക്ഷെ ആ എക്സാം ഹാളിൽ നമുക്കത് കത്തണം. അതിന് നമ്മൾ ലോജിക്ക് അപ്ലൈ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ചാടി കയറി ഉത്തരം മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അങ്ങനെ ടെൻഡൻസിയിൽ ഉത്തരം മാർക്ക് ചെയ്ത് തെറ്റിപ്പോകും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ് ഒരുപാട് ആൾക്കാർ 42nd അമെന്റ്മെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നീതു എലിമിനേഷൻ ടെക്നിക്ക് ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഞാൻ ആ എലിമിനേഷൻ ടെക്നിക്കിൽ പറഞ്ഞ ക്ലാസിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനു മുന്നേ വെച്ചിട്ടുള്ള ഒരു 5 മണിക്കൂറോ ലെങ്തി ഉള്ള ഒരു സെഷൻ ആയിരുന്നു. ഒറ്റ സെഷൻ 5 മണിക്കൂർ ലെങ്തി. സോ അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ ക്വസ്റ്റ്യൻസിലും എങ്ങനെയാണ് ലോജിക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് അത് കാണാവുന്നതാണ്. ലേണേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു ചാറ്റിൽ അതിന്റെ ഒരു ലിങ്ക് കൂടി ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് അവാർഡ്സ് പഠിക്കണമെന്നുള്ളത്. കറണ്ട് അഫയേഴ്സ് അവാർഡ് പഠിക്കണമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്പോർട്സിന് കൊടുക്കുന്ന അവാർഡ്സ് ജസ്റ്റ് ആളുടെ പേരൊന്നുമല്ല, ഓരോ അവാർഡും എന്തിനാണ് കൊടുക്കുന്നത്, ദ്രോണാചാര്യ അവാർഡ് ഇന്നതിന്, അങ്ങനെ അർജുന അവാർഡ് ഇന്നതിന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ അവാർഡിന്റെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. ജസ്റ്റ് നോബൽ പ്രൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം UPSCക്ക് ഒരു ടെൻഡൻസി ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ആളുടെ പേര് തന്നിട്ട് ഇത് ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആർക്കിയോളജിസ്റ്റിന്റെ പേര് തന്നിട്ട് ഇവരാരാണെന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അത് UPSCയുടെ ഒരു ടെൻഡൻസിയാണ്. കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ട് ഇവരാരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കോമണാലിറ്റി എന്താണെന്ന്. അപ്പൊ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആൾക്കാരുടെ പേര്, ഫുൾ പേര് അങ്ങനെ ഓർത്തു വെക്കണമെന്നൊന്നുമില്ല. UPSC അങ്ങനെ ചോദിക്കില്ല. നമുക്ക് അയാളുടെ പേരിന്റെ എന്തെങ്കിലും ലിങ്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാം. നോബൽ പ്രൈസിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ചില കൺസെപ്റ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാതെ, അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ അവാർഡും കിട്ടിയ വ്യക്തി ആരാണെന്നുള്ളതൊന്നും അത്ര ഇൻഡീറ്റെയിൽ ആയിട്ട് UPSC ചോദിക്കാറില്ല. അത്തരം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് UPSC പരമാവധി ഒഴിവാക്കാറുണ്ട് സിവിൽ സർവീസ് എക്സാമിന്.
സോ കറണ്ട് അഫയേഴ്സിൽ ഇന്ന് അവാർഡ് ഇന്നാക്ക് കിട്ടിയിനി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. ബട്ട് നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാവണം ഈ ഓരോ അവാർഡും എന്തിനാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സ് അവാർഡ് ചോദിച്ചതുകൊണ്ട്. ഓക്കെ, സമീറയുടെ ക്വസ്റ്റ്യൻ ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റെന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എല്ലാവർക്കും മൈക്ക് ആക്സസ് ഉണ്ടാവും. അല്ല ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. സാറ് ദിലു ആണ് സംസാരിക്കുന്നത്. ദിലു പറഞ്ഞോളൂ. ദിലു, എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ? ഞാൻ കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴാണ് ഞാൻ ലൈവ് കയറിയത്. ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയി പോയായിരുന്നു. ഓക്കെ, ഇതിന്റെ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിട്ട് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ കിട്ടും. ഓക്കെ കുഴപ്പമില്ല. കുഴപ്പമില്ല പോകുന്നു. കൂടുതൽ ഞാൻ സീസൈറ്റിലായിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ സീസൈറ്റ് കുറച്ച് ടഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ സീസാറ്റിലെ മുന്നേ ഞാൻ ദിലുവിനോട് പറഞ്ഞിട്ട് സീസാറ്റിന്റെ കേസ് ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സീസാറ്റിലെ നമ്മളൊരു നിയർലി 40 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. കാരണം മാർജിൻ ഈ 40 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ബിഗ് നമ്പർ. സീസാറ്റിലെ ഒരു കാര്യം വരുമ്പോൾ അതൊരു വലിയ നമ്പറാണ്, ചെറിയ നമ്പറാണ്. ഓക്കെ, പക്ഷെ ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 40 ചോദ്യങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ, അതായത് ടൈം ഭയങ്കര സ്പീഡ് പോകും സീസൺ. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു ടൈം പോകുന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറെ കൂടി പ്ലാൻഡ് ആയിട്ട് ഇന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്ലാൻഡ് ഇരിക്കുക എന്ന് വെച്ചാല് ഓരോ ചോദ്യം അറ്റൻഡ് ചെയ്ത് നോക്കി സമയം കളയുന്നതിന് പകരം അത്രയും ഉറപ്പുള്ള 100% എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ വേഗം ചെയ്തിട്ട് മാർക്ക് ചെയ്ത് പോവാം. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്കൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മള് ഒരു 10 ചോദ്യം ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറയും, ബെല്ലടിക്കും. അപ്പോ 5 ചോദ്യം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 60 ബെല്ലടിക്കും. സോ നമ്മുടെ ടൈം മിക്കവാറും എല്ലാം പോകും. കോമ്പറേഷൻ ക്വസ്റ്റ്യനാണ് കൂടുതൽ നമുക്ക് ടൈം പോകുന്നത്. അത് മാനേജ് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ മേലെ പ്രാക്ടീസ് കുറവായതുകൊണ്ടാണ് ടൈം പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് മീൻസ് കോമ്പറേഷൻ ടൈം പോകുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ന്യൂമറിക്കൽ വേഗം ഒന്ന് കടന്നുപോയി പിന്നെ കോംപ്രഹെൻഷനിലേക്ക് പോകും. ഓരോരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും ഉണ്ട്. ഇപ്പൊ ദിലു പറഞ്ഞത് വെച്ചിട്ട് കോംപ്രഹെൻഷൻ കുറച്ചൊരു വീക്ക് ആണെന്നാണ് ദിലു പറഞ്ഞത്. നമുക്ക് അത് കൂടുതൽ വായിച്ചെടുക്കാൻ ടൈം എടുക്കുന്നതാണ് മെയിൻ പ്രശ്നം. അതായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാവും. ഞാനിപ്പോ അത് തന്നെയാണ് കൂടുതലും. ഡെയിലി ഇനി 20 ദിവസം ഉണ്ടല്ലോ, ഡെയിലി ഓരോ ചോദ്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോ കോംപ്രഹെൻഷൻ കൂടുതൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാക്സിമം നോക്കിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എന്തുമാത്രം ടൈം എടുക്കുന്നുണ്ട് എല്ലാം ടൈമിംഗ് എല്ലാം നോക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നോക്ക്. ദിലുവിന്റെ സ്ട്രാറ്റജി ഒക്കെയാണ്, എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി ഒക്കെയാണ്. അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ദിലുവിന്? ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ പോട്ടെ. ഈ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ എന്നോട് ചോദിച്ചിട്ടില്ല ആ ഒരു ലോജിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഞാനൊന്ന് ദിലുവിന് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. 4-5 മണിക്കൂർ വേണം. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ഒരു 10-23ഓളം ചോദ്യങ്ങൾ ലോജിക്ക് വെച്ച്, നോളജ് വെച്ചുള്ള പ്യുവർ ലോജിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്യും. 23ഓളം ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാസൂപ്പിന്റെ ചോദ്യം ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. സിമിലർലി സോൾവ് ചെയ്യുന്നത്. അപ്പൊ അത് UPSC നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്, നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഇനിയും 20 ഡേയ്സ് ഉണ്ട്, നമുക്ക് അക്വയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറെ ചോദ്യം. ഓക്കെ, 5 മണിക്കൂറുണ്ട്. ടൈം അലോട്ട് ചെയ്യാൻ ഇതും കൂടെ വേണ്ട. മാത്രം കാര്യമില്ല, ടൈം അലോട്ട് ചെയ്യാനും കൂടെ വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല. സോ ഞാൻ കരുതുന്നു ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായിട്ടുള്ള ഡൗട്ട്സോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാന്ന്. ഇൻ കേസ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം.
6238529059. ഇതാണ് നമ്പർ. ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് അരുൺ ശ്യാം ലേണേഴ്സ് മറ്റോ പറഞ്ഞിട്ട് സേവ് ചെയ്തോ. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ 6238529059 എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രിലിംസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. ദിലു എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ വേറെ ഓക്കെ ഇതിലും വേറെ ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓക്കെ, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ലോജിക് ഉണ്ടോ എന്നുള്ളത്. അതായത് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യന്റെ കേസിൽ എന്ന് വെച്ചാൽ മോർ ദാൻ ലോജിക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ഞാൻ അതുകൂടി അഡ്രസ് ചെയ്യാം. ഓക്കെ, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോംപ്രഹെൻഷനിൽ നിങ്ങൾക്ക് വരുന്ന പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നോളജ് ഉള്ളതായിരിക്കും. അതായത് ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അറിയാം, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അറിയാം, അതിന് കാരണമാവുന്ന ഗ്യാസസിനെ കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോ എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോംപ്രഹെൻഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു നോളജും ഇല്ല. ആ പാരഗ്രാഫ് തന്ന പാരഗ്രാഫിന്റെ നോളജ് വെച്ചിട്ടാണ് നമ്മൾ താഴെയുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓർത്തു വെക്കുക, പാരഗ്രാഫിലെ നോളജ് വെച്ചിട്ടാണ് നമ്മൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് നോളജും ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഇത് സെപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഭയങ്കര കുറവാണ്. അതായത് നമ്മളൊരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാരഗ്രാഫിലെ നോളജ് മാത്രം വെച്ചിട്ടല്ല, നമ്മുടെ ബ്രെയിനിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള നോളജും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന് ശരിയാണോ തെറ്റാണോ നോക്കും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള എഫേർട്ട് വേണ്ടത്. അതായത് ഓർത്തു വെക്കുക, ഈ കോംപ്രഹെൻഷനിൽ നമ്മൾ എപ്പോഴും പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടാണ് ആൻസറിനെ കണ്ടുപിടിക്കുന്നത്. കോംപ്രഹെൻഷൻ വായിക്കുമ്പോൾ പല ആൾക്കാർക്കും പറ്റുന്ന കേസ് എന്ന് വെച്ചാൽ 2 ഓപ്ഷൻസ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് തോന്നും, ബാക്കി 2 തെറ്റാണെന്ന് ഉറപ്പാണ്, പക്ഷെ ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് തോന്നും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രയർ നോളജിനെ ഇതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ബേസ്ഡ് അപ്പോൺ ദ പാരഗ്രാഫ്, ആ തന്ന പാരഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത് നോക്കുക. ആ തന്ന പാരഗ്രാഫ് വെച്ചിട്ട് ഏതാണ് ശരിയെന്ന് നോക്കുക. അല്ലാതെ നമ്മളുടെ കംപ്ലീറ്റ് നോളജ് വെച്ചിട്ട് നോക്കാനല്ല പറയുന്നത്. നിങ്ങളുടെ ഇംഗ്ലീഷ് റീഡിങ് കോംപ്രഹെൻഷൻ സ്കില്ല് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത്. പ്രിലിംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണോ നല്ലത്? അതായത് നോർമലി UPSCയിലെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സബ്ജക്ട് സീക്വൻസിൽ തന്നെ ഉണ്ടാവും. ചിലപ്പം ആദ്യം എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, പിന്നെ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് എൻവയോൺമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ വീണ്ടും കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് ജിയോഗ്രഫി ഉണ്ടാവും, പിന്നെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സീക്വൻസിൽ തന്നെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇതില് ആദ്യം തന്നെ പോയിട്ട് എക്കണോമി ചെയ്യണോ, ആദ്യം തന്നെ പോയിട്ട് പൊളിറ്റി ചെയ്യണോ എന്നായിരിക്കും എന്നോട് ആര്യ ചോദിച്ചിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് ആര്യയുടെ കൺവീനിയൻസ് ആണ്. ആര്യക്ക് പൊളിറ്റിയാണ് ഭയങ്കര എളുപ്പം എന്ന് തോന്നുവാണെങ്കിൽ ആര്യ പൊളിറ്റി ആദ്യം ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും പ്രതീക്ഷ ഇത്ര മാത്രമേ വേണ്ടൂ. ഞാൻ പറഞ്ഞു, ഏത് ചോദ്യം ആയിക്കഴിഞ്ഞാലും നിങ്ങൾ 3 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും സാധ്യത കൂടുതൽ. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, ഉദാഹരണത്തിന് പൊളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പൊളിറ്റി സഹായിക്കും. കാരണം നിങ്ങൾ പൊളിറ്റിന്ന് സാധാരണ ഒരു നോർമലി UPSC 17 ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിലൊരു 12-13 ചോദ്യങ്ങളൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ അത്യാവശ്യം ലക്ഷ്മികാന്ത് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ്. ബാക്കി ഒരു 3-4 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെയാണ് ചോദിക്കുക. സോ ഈ 12-13 ചോദ്യങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പൊളിറ്റിയാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 12-13 ചോദ്യങ്ങളിൽ ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ എക്കണോമിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിയിൽ നമുക്കൊരു 50% മാത്രമേ നമുക്ക് സാധ്യതയുള്ളൂ. അതായത് എക്കണോമിയിൽ 16 ചോദ്യം ചോദിച്ചാൽ 8 ചോദ്യമേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, കാരണം എക്കണോമിയിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. പകുതി ചോദ്യങ്ങൾ ഭയങ്കര ടഫ് ആയിരിക്കും, പകുതി ചോദ്യങ്ങൾ അത്യാവശ്യം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം
നമ്മളവിടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ലോജിക്കും മറ്റുമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ആൻഷ്യന്റ് ഇന്ത്യ മെഡിവൽ ഇന്ത്യ ആണെങ്കിൽ 2 ചോദ്യം കിട്ടും. ബാക്കി ചോദ്യങ്ങൾ ഭയങ്കര ടഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ പൊളിറ്റി ആദ്യം തുടങ്ങുന്ന രീതിയിലേക്ക് നോക്കാം, ഓരോരുടെ കപ്പ് ഓഫ് ടീ അനുസരിച്ച്, ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റഡ് സബ്ജക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോകാം. അതായത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആരെങ്കിലും സബ്ജക്ട് വൈസ് നോക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കാരണം UPSC-യിൽ ആദ്യത്തെ 10 ചോദ്യം കാണുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുക. കാരണം നമ്മൾ ആ 10 ചോദ്യങ്ങളിൽ 1, 2 നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ നമ്മുടെ കോൺഫിഡൻസ് പോകും. അതിനേക്കാൾ ബെറ്റർ ആണ് നമുക്ക് അറിയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് പോകണം. ഉദാഹരണത്തിന് പൊളിറ്റി ആണ് ആദ്യം നോക്കുന്നതെങ്കിൽ നമുക്ക് 8 കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് സബ്ജക്ട് വൈസ് നോക്കുന്നതാണ് നല്ലതെന്ന് ആരെങ്കിലും സജഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അല്ല എന്നുണ്ടെങ്കിൽ 1, 2, 3, 4 നമ്മുടെ എക്സ്പെക്ടേഷൻ ഇല്ല, നമുക്ക് പ്രതീക്ഷയില്ല UPSC-യുടെ മേലെ. ഓക്കെ, അതായത് ഒരു കുട്ടി SLC-യിൽ 10A+ മേടിക്കും. ഇപ്പൊ 10A+ ഭയങ്കര കോമൺ ആയി പോട്ടെ. +2-ന് 1200 മേടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് കുട്ടി എന്താവുന്നത്? ഭയങ്കര ടെൻസ്ഡായി പോകുന്ന റിസൾട്ട് വരുമ്പോൾ. ഞാൻ ജയിച്ചാലും ജയിച്ചിട്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കുട്ടിക്ക് റിസൾട്ട് വരുന്ന ദിവസം ഒരു ടെൻഷനും ഉണ്ടാവില്ല. റിസൾട്ട് വന്ന് ജയിച്ചാൽ ജയിച്ചു, തോറ്റാത്തോട്ട്, അത്രയേ ഉള്ളൂ. അപ്പം UPSC-യുടെ എക്സാമിൽ എന്തായാലും നിങ്ങൾക്ക് 100 30 കിട്ടാൻ പോകുന്നത് പഠിച്ചെന്ന് വെച്ചിട്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലേക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സെഷൻസ്, എലിമിനേഷൻ ടെക്നിക്ക് നല്ല ക്ലാസ് ആയിരുന്നു. ഇതുപോലത്തെ ഉള്ള സെഷൻസ് വെക്കാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി ഇപ്പൊ മെന്റർഷിപ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സെഷൻസ് വേറെ വേറെ വെച്ചുകൊണ്ടിരിക്കുക. ഓപ്പൺ ആയിട്ട് സെഷൻസ് വെക്കുന്ന കുറവാ. ഞാൻ പിന്നെ ഓരോ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സെഷൻ. ഉദാഹരണത്തിന് നമ്മള് ടെസ്റ്റ് സീരീസിന്റെ എല്ലാ ആൾക്കാർക്കും സെഷൻസ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് സീരീസുമായി ബന്ധപ്പെട്ട് കുറെ ടെസ്റ്റ് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടാണ് ടെസ്റ്റ് സെഷൻ നടത്തുന്നത്. ഓപ്പൺ സെഷൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നേരത്തെ എലിമിനേഷൻ ടെക്നിക്കിനെ പറഞ്ഞല്ലേ, അതിൻ്റെത് ഞാൻ മുകളിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ഐഡിയ കിട്ടും. ഞാൻ ഏകദേശം 23 ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച 23 ചോദ്യങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് വഴി എങ്ങനെയാണ്. എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്ലൈൻഡ് അല്ല, വിത്ത് ലോജിക്. ഞാൻ ഒരിക്കലും ഗസ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിൽ ഓൺലി ഉള്ളത് കൊണ്ട് അത് തെറ്റാണെന്നല്ല. ഓൺലി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഓൺലി വന്നാൽ അത് തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ലോജിക്കലി അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ലോജിക് ബേസ്ഡ് എലിമിനേഷൻ. സോ ആ ലോജിക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ മാർസുപ്പിയിലൊക്കെ അതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർസ് വെക്കാം. ഓക്കെ, അതായത് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർസ് വെക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പ്രിലിംസ് എക്സാം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർസ് വെക്കാം. ഓക്കെ, അപ്പോൾ വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ, നാളെയോ മറ്റന്നാളോ ഇനി മറ്റേതെങ്കിലും ദിവസം പ്രിപ്പറേഷൻ റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ മറ്റുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്യാം, 6238. ഞാൻ ഇവിടെയും ഒന്ന് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം, 6238 529 059. ഇതാണ് നമ്പർ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഗ്രീഷ്മ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ 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 11-ന് ശേഷമുള്ള ഞാനൊന്ന് ചെക്ക് ചെയ്യാം എന്താണെന്ന്. ഓക്കെ ഓക്കെ ഗ്രീഷ്മ, അത് ഞാനൊന്ന് ചെക്ക് ചെയ്യാം എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സെഷൻ. ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കിട്ടുന്ന ടൈം 20 ദിവസം മാക്സിമം നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. എക്സാമിനെ നമ്മൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അധിക പ്രതീക്ഷയൊന്നും വേണ്ട. UPSC ആണ്, അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന പേരിൽ തന്നെയാണ്. അൺപ്രഡിക്റ്റബിൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെയാണ്. സോ അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. സോ ആ അൺപ്രഡിക്റ്റബിലിറ്റിയെ നമ്മൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.